ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം ഇത്രയും ചിരിക്കുന്ന മുഖത്തിന്റെ പുറകിലും ഒരുപാട് നാൾ കരഞ്ഞ പിന്നെ ഒരുപാട് സ്ട്രഗിളുണ്ട്. കാരണം നമ്മൾ ഓരോ ഷോപ്പ് പൂട്ടുമ്പോഴും റിലേറ്റീവ്സ് അവള് കൂട്ടി അത് തുടങ്ങി അത് കൂട്ടി, പക്ഷെ അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. അതാണ് ഞാൻ മോട്ടിവേറ്റ്. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ടിന്യൂസ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാമിലിയിൽ കെട്ടിക്കൊണ്ട് തന്നെ അവർ സാരമില്ല നീ തുടങ്ങി കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഫാമിലി പോലെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരെ സപ്പോർട്ട് നമ്മൾ കണ്ടിന്യൂസ്. നമ്മളൊന്ന് ഡെസ്പാകുമ്പോൾ തന്നെ പറയും ബിസിനസ് ഇങ്ങനെയാണ്, നീ ടെൻഷൻ അടിക്കേണ്ട, അതെല്ലാം ശരിയാവും. ആ എല്ലാം ശരിയാവും എന്നുള്ളൊരു ചില ആൾക്കാർ മോട്ടിവേറ്റിംഗ് വാക്കുകളില്ലേ, അത് എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായിട്ട് കൊളാശി ശ്രദ്ധിക്കുന്ന വൺ ഡേ ബിൽഡ് ബ്രാൻഡ് ആണെങ്കിലും ഞാൻ അവർക്ക് സ്പേസ് കൊടുക്കും. ഇപ്പം ഞാനൊരു പാഷനേറ്റ്, കാരണം എനിക്ക് ഒത്തിരി പെൺപിള്ളേരെ അറിയാം പാഷനേറ്റീവായിട്ടും ഇതുപോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും അവർക്കൊരു ബ്രാൻഡ് ഓപ്പൺ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ. ഞാൻ പറയും, അപ്പോൾ എന്നെ വിളിക്കും, വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും നിങ്ങൾ വന്നു, ഞാൻ സ്പേസ് തരാം. അപ്പോൾ അവരൊന്നും എനിക്ക് അഡ്വാൻസ് തരേണ്ടോ, വേണ്ട. ജെനുവിനാണ്, അവർക്ക് പാഷനേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കൊളാശിൽ അവർക്കൊരു സ്ഥലമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരിലൊരു സമീറയെ കാണുന്നുണ്ടല്ലോ. അതെ.